ഇന്ന് നമുക്ക് സെമി സിൽക്കിൽ നമ്മുടെ കാഞ്ചീപുരം സാരീസിലൊക്കെ വരുന്ന പോലെ തന്നെ ഈ ത്രെഡ് വീവ് ഡിസൈൻ വന്നിരിക്കുന്ന സാരീസ്, അതായത് കസവിൻ്റെ വർക്കൊന്നുമില്ല, ത്രെഡ് വീവ് ഡിസൈൻ വന്നിരിക്കുന്ന സാരീസ് സെമി സിൽക്കിൽ വന്നിരിക്കുന്നതാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസാണ്. റേറ്റ് വരുന്നത് 2480. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ഡിസൈൻസും ഡിഫറെൻറ്റ് കളേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് ഏതൊക്കെ കളേഴ്സാണ് ഏതൊക്കെ ഡിസൈൻസാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എയിൻസിൻ്റെ ഹൊറിസോണ്ടൽ വീഡിയോ ചാനലാണ്. നമുക്ക് ആദ്യം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് വെർട്ടിക്കൽ വീഡിയോ ചാനലിലായിരുന്നു. വെർട്ടിക്കൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വെച്ച വീഡിയോ കാണുന്നതിനാണ് വെർട്ടിക്കൽ വീഡിയോ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ വീഡിയോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫുൾ സ്ക്രീനായിട്ട് കാണാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഇങ്ങനെ തിരിച്ചു വെച്ച് കാണുന്നതിനാണ് ഹൊറിസോണ്ടൽ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ വീഡിയോ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്ത് രണ്ടിലും വീഡിയോ ഇടുന്നത്, വെർട്ടിക്കലും വീഡിയോ ഹൊറിസോണ്ടലും വീഡിയോ. അപ്പോൾ എങ്ങനെയാണ് ഹൊറിസോണ്ടൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണാൻ പറ്റുക എന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു ഹൊറിസോണ്ടൽ വീഡിയോ ചാനലിൽ എയിൻസ് എന്നാണ് ഹൊറിസോണ്ടൽ വീഡിയോ ചാനലിൻ്റെ പേര്, എയിൻസ് ബുട്ടീക്കാണ് വെർട്ടിക്കൽ വീഡിയോ ചാനൽ. ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഇങ്ങനെ വരും, വെർട്ടിക്കലായിട്ട് വരും. ഈ സൈഡിൽ കാണുന്ന ബോക്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഹൊറിസോണ്ടലായി മാറും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുൾ സ്ക്രീൻ വ്യൂവിൽ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹൊറിസോണ്ടൽ വീഡിയോ ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഈ ചാനലിലേക്കും സബ്സ്ക്രൈബ് ചെയ്യുക. എയിൻസ് എന്നാണ് ഈ ചാനലിൻ്റെ പേര്. താഴെ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർലി എല്ലാ വീഡിയോസും നമ്മൾ ഹൊറിസോണ്ടലിലേക്കും ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് എൻജോയ് ചെയ്ത് ഫുൾ സ്ക്രീൻ വ്യൂവിൽ കാണാൻ പറ്റുന്നതായിരിക്കും. താങ്ക് യു. നമ്മളെല്ലാ സാരീസിനും നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് സാരി നമ്പർ 1 ആണ്. ഇതൊരു നല്ലൊരു ഡസ്റ്റി പിങ്ക് ടോൺ, അതായത് ഭയങ്കര ഡാർക്ക് പിങ്കും അല്ല ഭയങ്കര ലൈറ്റ് പിങ്കും അല്ല, ഒരു മീഡിയം ടോണിൽ നിൽക്കുന്ന ഒരു ഡസ്റ്റി ചാർട്ടിൽ വരുന്ന ഒരു ഷെയ്ഡാണ്. അതിനകത്ത് ഇത് കണ്ടോ, ത്രെഡിൻ്റെ വീവ് ഡിസൈനിൽ ഇതേപോലെ ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ വീവ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതിങ്ങനെ വീവ് ഡിസൈൻ ആണെങ്കിലും നമുക്ക് ത്രെഡ് വീവ് ആണെന്ന് മനസ്സിലാവില്ല കേട്ടോ, അത്രയും കണ്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡും അതുപോലെ തന്നെ നല്ല ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ തന്നെ തോന്നുള്ളൂ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്യുവർ ചെയ്യുന്ന അതേ ആൾക്കാർ തന്നെ ചെയ്യുന്ന, അപ്പോൾ അതിൻ്റേതായ ഒരു ഫിനിഷിങ് എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. സാരി നമ്പർ 1 ഓൾ ഓവർ ദ ബോഡിയിൽ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ പാറ്റേണിൽ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ വരും. മുന്താണി വരുമ്പോഴും നല്ല സറ്റിലായിട്ടുള്ള ഒരു ത്രെഡ് വീവ് ഡിസൈനാണ് മുന്താണിയിലും വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഇതേപോലെ ആ സെയിം ടോണിൽ പ്ലെയിൻ ബ്ലൗസ് പീസാണ് വരുന്നത്. 2480 റേഞ്ചിൽ വരുന്ന സാരീസ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ആണ് കേട്ടോ. ഇങ്ങനെ കേട്ടോ. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡ്. ബ്രൗൺ അല്പം കൂടെ ഭയങ്കര ബ്രൗൺ അല്ല, ഒരു ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ഒക്കെ ഒരു ലൈറ്റർ, അങ്ങനെ ആ ഒരു ടോണിലേക്ക് വരുന്ന സാരി നമ്പർ 2. സെയിം പാറ്റേൺ തന്നെയാണ്, ആ സെയിം ത്രെഡ് വീവ് ഡിസൈനും മുന്താണി. അടുത്തത് വരുന്നത് സാരി നമ്പർ 3. സാരി നമ്പർ 3 വരുമ്പോൾ കണ്ടോ, ഇതും ഒരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ്. അതിനകത്ത് വന്നിരിക്കുന്ന ത്രെഡ് വീവ് ഡിസൈൻ ഇങ്ങനെയാണ്, ഓൾ ഓവർ ദ ബോഡിയിൽ ഇങ്ങനെ ഒരു ത്രെഡ് വീവ് ഡിസൈൻ. നമ്മുടെ ആ ഒരു സോഫ്റ്റ് സിൽക്കിൻ്റെ ഒക്കെ സാരീസ് വരില്ലേ, അതേ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ മുന്താണിയിൽ ഇങ്ങനെ വരും. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് സെയിം ടോണിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത്. സാരി നമ്പർ 3. സ്ലൈറ്റായിട്ടൊരു പീച്ചും കൂടെ ചേർന്ന പോലുള്ളൊരു ഷെയ്ഡ്. അതെ, അടുത്ത ഷെയ്ഡ് നോക്കിയേ, നല്ലൊരു വൈൻ പേർപ്പിൾ ഷെയ്ഡ്. ഇതേപോലെ ഓൾ ഓവർ ദ ബോഡിയിൽ ഇങ്ങനെ ഡിസൈൻ വന്നിരിക്കുന്നു. മുന്താണിയുടെ ഡിസൈൻ ഇതാണ് മുന്താണിയുടെ ഡിസൈൻ വരുന്നത്. പ്ലെയിൻ ബ്ലൗസ്. സാരി നമ്പർ 4. സാരി നമ്പർ 5 വരുമ്പോൾ ഒരു പർപ്പിൾ ഷെയ്ഡിൽ ഇതാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. സാരി നമ്പർ 5. നമുക്കൊരു ഫങ്ഷനൊക്കെ കൊടുക്കണമെങ്കിലും നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും ഒക്കെ നല്ല കേട്ടോ. അത് നല്ല സോഫ്റ്റാണ് മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇങ്ങനെ ചുളിവൊന്നും വീണ് അങ്ങനെ പോകുന്നതല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസ്. സാരി നമ്പർ 5. സാരി നമ്പർ 6 വരുമ്പോൾ വേറൊരു പാറ്റേൺ. 6 വരുമ്പോൾ ഒരു സഫയർ ഗ്രീനിൻ്റെ ഒരു പാറ്റേൺ. ഇതാണ് മുന്താണി, ഇതല്ലേ. സാരി നമ്പർ 6.
ഓൾ ഓവർ ദ ബോഡിയിൽ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ഇതിന് ഒരു ബോർഡർ ഡിസൈനും കൂടെ വരും കേട്ടോ. ഇങ്ങനെ ഒരു ബോർഡർ ഡിസൈനും കൂടെ വരും. പിന്നെ ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇത് ഉള്ളിലാട്ടോ മുന്താണി. ഇതാണ് മുന്താണിയുടെ ഡിസൈൻ വരുന്നത്. മുന്താണിയുടെ ഡിസൈൻ ഇങ്ങനെ വരും. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസ്. സാരി നമ്പർ 6 ഒരു സഫയർ ഗ്രീനിൻ്റെ ഒക്കെ ആ ഒരു ടോൺ. സാരി നമ്പർ 7 വരുമ്പോഴും ഒരു പർപ്പിൾ ടോണിൽ ഇത് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഓൾ ഓവർ ദ ബോഡി, ഫുൾ ബോഡിയിൽ ഇങ്ങനെയാട്ടോ ഡിസൈൻ വരുന്നത്. മുന്താണി വരുമ്പോൾ ഇതാണ് മുന്താണി. ഇതെല്ലാം ഒരു ത്രെഡിൻ്റെ വീവ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാലും അതേപോലെ തന്നെ തോന്നും കേട്ടോ. നല്ല ഫിനിഷിങ്ങിലാണ് വർക്ക് വന്നിരിക്കുന്നത്. സാരി നമ്പർ 7. സാരി നമ്പർ 8 വരുമ്പോൾ ഒരു ബ്രൗൺ കളറാണ്. ബ്രൗൺ, ഭയങ്കര ഡാർക്ക് ബ്രൗൺ അല്ല, ഒരു ബേജും ബ്രൗണും കൂടെയൊക്കെ ചേർന്ന ഒരു ഷെയ്ഡ്. സാരി നമ്പർ 8. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആട്ടോ എല്ലാം. സാരി നമ്പർ 9 വരുമ്പോൾ നോക്കിയേ, നല്ലൊരു നല്ല ബ്യൂട്ടിഫുൾ ഒരു ടോൺ. സാരി നമ്പർ 9. കറക്റ്റ് കളറാണോ പിള്ളേരെ കിട്ടുന്ന ഒരു മൗത്ത് ടോൺ പോലെയുള്ളൊരു ടോണാട്ടോ സാരി നമ്പർ 9. കസവിൻ്റെ വർക്കൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് നല്ല സാരീസാട്ടോ. സാരി നമ്പർ 10. ഓൾ ഓവർ ദ ബോഡിയിൽ ഇങ്ങനെ ഇതൊരു പർപ്പിൾ ടോണാണ്. ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. സാരി നമ്പർ 10. മുന്താണി ഇങ്ങനെ വരും. സാരി നമ്പർ 11 വരുമ്പോഴും നല്ലൊരു സാരി നമ്പർ 11 ചെറിയൊരു ബോർഡറും കൂടെ ഉണ്ട്. അത്ര ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് അറിയത്തില്ല, എന്നാലും ഒരു ബോർഡർ ഡിസൈനും കൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു ഒരു ലൈറ്റർ ഒരു മെറൂൺ ടോൺ അങ്ങനെ പറയാം. ചെറുതായിട്ടൊരു പിങ്കൊക്കെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന പോലെ ലൈറ്റർ ഒരു മെറൂൺ ടോൺ, അതിനകത്ത് ആ ടോണിൽ തന്നെ വന്നിരിക്കുന്ന ഡിസൈൻ. ഇതിൻ്റെ സാരി നമ്പർ 11. മെറൂൺ എന്ന് പറയാം, എക്സാക്റ്റ് മെറൂണും അല്ല കേട്ടോ, ചെറിയൊരു ബ്രിക്ക് മെറൂണും കൂടെ ഒക്കെ ചേർന്ന അങ്ങനെ ഒരു ഷെയ്ഡ്. സാരി നമ്പർ 12 വരുമ്പോൾ അതേപോലെ തന്നെ ഒരു ബേജിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ. സാരി നമ്പർ 12. സാരി നമ്പർ 12. സാരി നമ്പർ 13. ഈ ഷെയ്ഡ് വന്നായിരുന്നോ? വന്നു അല്ലേ, ഏകദേശം ഈ ഒരു ഷെയ്ഡ് ആണോ? ഇതൊക്കെ നല്ല രസമുള്ള ഷെയ്ഡാട്ടോ. ഒരു ബേജിൻ്റെ തന്നെ ഒരു ടോണാണ്, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. സാരി നമ്പർ 13 അല്ലേ. ഇത് ഇച്ചിരി ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ കറക്റ്റ് കളർ കിട്ടുന്നത്. ഇപ്പോഴാട്ടോ അതിൻ്റെ കറക്റ്റ് കളർ വരുന്നത്. ഡിസൈൻ കാണിക്കാൻ വേണ്ടി ക്ലോസർ വ്യൂ കാണിക്കുമ്പോൾ ചെറിയ ഡിഫറൻസ് വരും. 14 ഒരു ലാവൻഡർ പർപ്പിൾ ഷെയ്ഡ്. 14. അതിനും ചെറിയൊരു ബോർഡർ ഡിസൈനും കൂടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെ കണ്ടോ, ഇങ്ങനെ ഒരു ബോർഡർ ഡിസൈനും കൂടെ വന്നിട്ടുണ്ട്. 14. ഫിഫ്റ്റീൻ വരുമ്പോൾ ഒരു പർപ്പിൾ ടോൺ, അതിനും കണ്ടോ ഒരു ബോർഡർ ഡിസൈൻ വന്നിട്ടുണ്ട്. 15 ഉണ്ടോ, ഒരു ലൈറ്റ് പർപ്പിൾ ടോൺ ഉള്ളിൽ വന്നിട്ട് ത്രെഡിൻ്റെ കളർ അല്പം കൂടെ ഡാർക്ക് പർപ്പിൾ ടോൺ. 15.
16 നല്ല ഷെയ്ഡ്സ് ആട്ടോ ഇതൊക്കെ, നല്ല ഒരു റെയർ ഷെയ്ഡ്സാണ്. 16 ഇതൊക്കെ ഒരു വൈൻ ഒരു പർപ്പിൾ ആ ഒരു ഷെയ്ഡിലേക്ക് വരും. പക്ഷെ നല്ല രസമാണ് ഇതൊക്കെ കാണാനായിട്ട്. 16 ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ബോഡിയിൽ ഇങ്ങനെ ഡിസൈൻ വരും. 16 17 വരുമ്പോൾ എഗെയിൻ ഒരു ബേജിൻ്റെ ഒരു അല്പം ഒരു ബ്രൗണും കൂടെ ചേർന്ന പോലുള്ള ഒരു ബേജ്. അതിൻ്റെ ബോഡി ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. 17 മുന്താണി ഇങ്ങനെ വരും. ഇത് വെബ്സൈറ്റിൽ ഉണ്ടാവില്ല കേട്ടോ, ലിമിറ്റഡ് പീസസ് ആണ്, അപ്പോൾ അതുകൊണ്ട് വെബ്സൈറ്റിൽ ഉണ്ടാവില്ല കേട്ടോ. വെബ്സൈറ്റിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് സന്തോഷമാണെന്ന് എനിക്ക്. അല്ല ഇതെല്ലാം കുത്തിയിരുന്ന് അപ്ലോഡ് ചെയ്യണ്ടേ. 18 ഒരു പർപ്പിൾ ടോൺ. ആദ്യം ഇതിൻ്റെ ഇച്ചിരൂടെ ഡാർക്കായിരുന്നു കാണിച്ചത്, ഇത് അല്പം കൂടെ ലൈറ്റ്. 18 19 ഗ്രേ കളർ ഇപ്പം അങ്ങനെ കാണുന്നില്ല അല്ലേ, വളരെ റെയറായിട്ടാണ് വരുന്നത്. 19 ഗ്രേ. നല്ല സാരീസാട്ടോ, ഉടുത്താലൊക്കെ നല്ല രസമായിരിക്കും. 20 ഒരു പിങ്ക്. ഇതിനകത്തുണ്ടല്ലോ ഇതൊരു ചെറിയ സെറിയുടെ ഒരു വർക്കാട്ടോ. ഈ വർക്ക് ഒരു സെറിയുടെ വർക്കും ഇത് ത്രെഡിൻ്റെ വ്യൂവും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. 20 അതിൻ്റെ ഇത് വരുമ്പോൾ ഇവിടെ അതേപോലെ തന്നെ സെറിയുടെ വർക്ക്, ത്രെഡ്, പിന്നെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ സെറിയുടെ വർക്ക്. ഇതിൻ്റെ റേറ്റ് സെയിം തന്നെയാണ്. ഇത് 2600 ആട്ടോ ഇതിൻ്റെ റേറ്റ്. ഇത് വേറൊരു പാറ്റേണാണ്. 2600 ആണ് ഇതിൻ്റെ റേറ്റ്. ബാക്കിയെല്ലാം 2480. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ സാരീസിൻ്റെ കളക്ഷൻസ്. സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സോഫ്റ്റ് ആൻഡ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് അല്ല വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.